നഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ തയ്യാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പരസ്യമായി UDF സ്ഥാനാർത്ഥിക്കെതിരെ പറയുന്ന അൻവർ തിരുത്തേണ്ടതല്ലേ? തിരുത്തിക്കൊണ്ട് വേണ്ടേ? അവർ ചർച്ചയിൽ പരിഹരിക്കേണ്ടുന്ന വിഷയമാണ്. അത് പത്രസമ്മേളനം നടത്തേണ്ട വിഷയമല്ല. അത് നമ്മളൊന്ന് ഇരുന്ന് സംസാരിച്ച് ആ വിഷയത്തിനൊരു പരിഹാരം കണ്ടെത്തി ആ പരിഹാരം ഉൾക്കൊണ്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തി ആ വിവരം പൊതുജനങ്ങളെ അറിയിക്കുക എന്നതാണ് അതിന്റെ ഒരു ശാസ്ത്രീയമായ പ്രശ്നം. അൻവർ ഈ ഷൗക്കത്തിനെതിരെ പറഞ്ഞത് കടന്നുകൈയായി പോയോ? ശരി, ഇപ്പൊ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാൻ സ്വാഭാവിക. സ്ഥാനാർത്ഥിക്കെതിരെ പറയുന്നത് അദ്ദേഹം നമ്മുടെ പാർട്ടിക്കാരനല്ലല്ലോ, മറ്റൊരു പാർട്ടിയിലാണല്ലോ. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും. സുധാകരേട്ടാ, കുറച്ച് കോൺഗ്രസിലെ നേതാക്കന്മാർ അൻവറുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ചില ആൾക്കാർ അൻവറിനെ തീരെ വേണ്ട, അല്ലെങ്കിൽ അൻവറിനായിട്ടൊരു കടുംപിടുത്തത്തിലേക്ക് പോകും. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിലുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിൽ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ഇനി അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ മരവിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഞങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുന്ന ആളുകളാണ്. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ നേരെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചിട്ട് UDF-ഓടൊപ്പം വരണം, കോൺഗ്രസോടൊപ്പം വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരാമെന്നും എന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കിയുള്ള തീരുമാനങ്ങളിൽ കോൺഗ്രസ് സഹകരിക്കുമെങ്കിൽ ഞാനടക്കം നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ പൊതുരംഗത്ത് ഞങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്യുമെന്നുള്ള ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട്. അത്രയും മാത്രമേ എനിക്ക് ഇപ്പൊ നിലവിലുള്ള ഒരു പറയാൻ പറ്റൂ. ഇതിലെ PV അൻവറിന്റെ ഒറ്റ ആവശ്യം UDF ഘടകകക്ഷിയാക്കണം, തൃണമൂലിന് ഘടകകക്ഷിയാക്കണം എന്ന ആവശ്യമാണ്. പക്ഷെ അതിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇതുവരെ അതിലൊരു അനുഭാവപൂർവമായ നിലപാട് സ്വീകരിച്ചില്ല. ഒടുവിൽ ആ പ്രശ്നം നമ്മൾ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല. അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ്. അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിന്റെ പുറത്ത് തീരുമാനമെടുക്കും. PV അൻവർ ആയാലും പ്രതിപക്ഷ നേതാവിനെ മാത്രം കുറ്റം പറയുന്ന ഒരു രീതിയാണ് ഇപ്പൊ രാവിലെയൊക്കെ കണ്ടത്. അദ്ദേഹം മാത്രം തീരുമാനം എടുത്തു, VD സതീശൻ മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ഈ സ്ഥാനാർത്ഥിത്വം അടക്കം എന്നുള്ള രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളാണ് വന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാവാം. അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും അത് പറയുന്നു, വേറെ ആവർത്തിക്കരുത്. KC വേണുഗോപാലിൽ മാത്രമാണ് ഇനി പ്രതീക്ഷയുള്ളതെന്നാണ് പറയുന്നത് അൻവർ. K സുധാകരനും മുതൽ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു അൻവർ. അതെ, നമ്മുടെ കാലിയായല്ലോ. അത് മുന്നണി അൻവർ പറയുന്നതാണ്. ഈ അദ്ദേഹത്തിന്റെ അഭിപ്രായം VD സതീശൻ എന്തെങ്കിലും എതിർപ്പുണ്ടോ അൻവർ വരുന്നതിനോട്? സതീശനോടായ അല്ല, അങ്ങനെയല്ല. ആ നമ്മൾ അങ്ങനെ ഒരു പൊതുവായി നമ്മൾ ഉയർന്ന ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ, ഇംപെക്സ്, പിജിയൻ, ബജാജ്, സുജാത, പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.